ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലൂർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ഇന്നൊരുപാട് ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ്. പിന്നെ ഇന്ന് നമ്മൾ കാണാൻ പോണ കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ് ഗൈസ്. നമ്മുടെ പെരുങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇന്ന് പൊന്നുണ്ണി വിഷ്ണുമായയുടെ വെള്ളാട്ട് മഹോത്സവമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബാക്കിയുള്ള വിശേഷം അവിടെ ചെന്നിട്ട് ബൈ ബൈ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സാക്ഷാൽ പൊന്നുണ്ണി വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ കഥയാണ്. അതെ, ഞങ്ങളുടെ തൃശ്ശൂർ പെരിങ്ങോട്ടുകര ദേശത്ത് ആവണങ്ങാട്ട് കളരിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നുണ്ണി തമ്പുരാൻ്റെ കഥകളും മായകളും ലോകപ്രസിദ്ധമാണ്. മനസ്സറിഞ്ഞു വിളിച്ചാൽ മുന്നിൽ പ്രത്യക്ഷനാവുന്ന ചാത്തൻ സ്വാമി വെറുത്താൽ നരകം കാണിച്ചു തരുന്ന ക്ഷിപ്രകോപി കൂടിയാണ്. കുലത്തിലെ അവസാന കണ്ണിയായതിനാൽ പണിക്കർ വിവാഹിതനാവുകയും അതിൽ 2 ഉണ്ണികൾ പിറക്കുകയും ചെയ്തു. ഉണ്ണിത്താമനും കേളുണ്ണിയും. പിൽക്കാല ഉത്തരവാദിത്തം ഇരുവർക്കും കൈമാറി അദ്ദേഹം കാലധർമ്മം പ്രാപിച്ചുവെന്ന് കഥകൾ പറയുന്നു. ശത്രുനിഗ്രഹത്തിനും കാര്യപ്രാപ്തിക്കും വേണ്ടി ഗണപതി ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണിപ്പണിക്കരും ആരാധന തുടങ്ങി. എന്നാൽ അതിൽ തൃപ്തനാകാതെ ഇരുവരുടെയും അമ്മാവൻ ചാത്തന്മാരെ തൃപ്തിപ്പെടുത്താൻ ഉപദേശിച്ചു കൊടുക്കുകയും അതിനായി പുഞ്ചനെല്ലൂർ ഭട്ടതിരിപ്പാടിൻ്റെ പക്കൽ ചെന്ന് വിദ്യ അഭ്യസിക്കുവാൻ ഉപദേശിച്ചതായും കഥകൾ പറഞ്ഞു വരുന്നു. മഹാമാന്ത്രികനായ പുഞ്ചനെല്ലൂർ ഭട്ടതിരിപ്പാട് ശ്രീവിഷ്ണുമായ ഉപാസനയാൽ സർവസിദ്ധികളും മന്ത്രങ്ങളും കൈവരിച്ച് ശക്തി പ്രാപിച്ചിരുന്ന കാലം. ഭട്ടതിരിപ്പാടിൻ്റെ സേവയിൽ 390 ചാത്തന്മാരും കുടികൊണ്ടിരുന്നു എന്നത് സത്യം. പിന്നീടുള്ള തലമുറയിൽ ആർക്കും തന്നെ ആ സിദ്ധിയിൽ വേണ്ടത്ര ജ്ഞാനമില്ലാത്തതിനാൽ ഇല്ലം ക്ഷയിക്കുവാനായി കാരണമായി. അതേസമയം തൻ്റെ സിദ്ധികൾക്ക് അനുയോജ്യരായ ശിഷ്യന്മാർ കൈമാറി മുക്തനാവാൻ തീരുമാനിച്ച ഭട്ടതിരിപ്പാടിൻ്റെ അടുത്തേക്കാണ് അവണങ്ങാട്ട് തറവാട്ടിൽ നിന്നും ഉണ്ണിത്താമപ്പണിക്കരും കേളുണ്ണിപ്പണിക്കരും എത്തുന്നത്. ആഗ്രഹിച്ച പ്രകാരം ഗണപതി ഭക്തരായ ഉണ്ണിത്താമനെയും കേളുണ്ണിയെയും സർവവിദ്യകളും ഉപാസനയും മന്ത്രങ്ങളും പകർന്നു കൊടുക്കുകയും പകരം അവണങ്ങാട്ട് ഗണപതിയെ പുഞ്ചനെല്ലൂരിലേക്ക് കൊടുക്കണമെന്ന ആവശ്യം പ്രകടിപ്പിച്ചു. ഈ വ്യവസ്ഥയിൽ ഇരുവരും സമ്മതം കൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഭട്ടതിരിപ്പാട് താളിയോലകളും ഗ്രന്ഥങ്ങളും കൈമാറുകയും ചെയ്തു. മന്ത്രവാദവും ഉപാസനാവിധികളും അനുഷ്ഠിച്ച് സർവവിഘ്നങ്ങളെയും അതിജീവിച്ച് അവർ 2 പേരും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തി. സർവ അനുഗ്രഹങ്ങളോടും കൂടി പൊന്നുണ്ണി വിഷ്ണുമായയും 390 ചാത്തന്മാരും ഇരുവരുടെയും കൂടെ ആവണങ്ങാട്ട് തറവാട്ടിലേക്ക് യാത്രയായി. അങ്ങനെ ആവണങ്ങാട് ഗണപതി പുഞ്ചനെല്ലൂർ ഗണപതി എന്നും പുഞ്ചനെല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാർ എന്നും അറിയപ്പെട്ടു. അങ്ങനെ സർവ മന്ത്രതന്ത്ര വിധികളോടും കൂടി ഉപാസനയോടും കൂടി ചാത്തന്മാരെ ആവണങ്ങാട്ട് കളരിയിൽ പ്രതിഷ്ഠിച്ചു. സൂര്യചന്ദ്രന്മാർ സ്ഥിതി ചെയ്യുന്ന കാലമെങ്ങും ശ്രീവിഷ്ണുമായ ചൈതന്യം തൻ്റെ തറവാട്ടിൽ തന്നെ കുടികൊള്ളണമെന്ന ആഗ്രഹത്താൽ പണിക്കരിൽ മൂത്തയാൽ കുക്ഷികൽപ്പ സമാധി ചെയ്ത് തന്നെ ചാത്തന്മാരിൽ സമർപ്പിച്ച കഥയും പ്രസിദ്ധമാണ്. സമാധിയായ കാരണവർ ഗുരുഭാവത്തിൽ ആവണങ്ങാട്ടിലെ അച്ചൻകോട്ടിലിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സറിഞ്ഞു വിളിച്ചാൽ ഓടിയെത്തുന്ന പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ ചൈതന്യം എല്ലാവരിലേക്കും എത്തട്ടെ. ഇന്ന് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ വെള്ളാട്ട് മഹോത്സവമാണ്. പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാനെ കാണുവാനായി ഒരുപാട് ഭക്തജനങ്ങൾ പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാൻ്റെ മുന്നിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞാനും. കാരണം ഏതൊരു വിഷമത്തിലും എനിക്ക് കെട്ടിപ്പിടിച്ച് എൻ്റേതാണെന്ന് പറയാൻ എൻ്റെ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി എൻ്റെ കൂടെ ഇന്നും നിന്നിട്ടേ ഉള്ളൂ. എല്ലാവർക്കും പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സർവവിഘ്നങ്ങളും അകറ്റി എല്ലാവരെയും കാത്തുരക്ഷിക്കുവാൻ ഈ കലിയുഗത്തിൽ നമുക്ക് പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും
പൊന്നുണ്ണി വിഷ്ണുമായ തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ.